ഹായ് ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറച്ചായില്ലേ കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ട്, ഷോപ്പിംഗ് വ്ളോഗൊക്കെ കണ്ട് എല്ലാവർക്കും മടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്നാൽ നമുക്കൊരു അടിപൊളി ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ? അപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഇഷ്ടമുള്ളവർ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി കറുത്ത നല്ല എരിവൊക്കെ ഉള്ള തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല ഒരു അടിപൊളി ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ വീഡിയോനെ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൂടെ കൊടുത്തേക്കാം. പറ്റുമെങ്കിൽ ഒരു കമൻറ്റ് കൂടെ ചെയ്തേക്ക്. എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിലേക്ക് ബീഫും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് സവോള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളി ചേർക്കണതായിരിക്കും നല്ലത്. കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് ഇതായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ഇല്ലെങ്കിൽ കൊച്ചുള്ളി ആയാലും ചേർത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫിൽ ഓൾറെഡി ഉപ്പ് ഇട്ടതാണ്, എന്നാലും നമുക്ക് സവാളക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചതച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്താൽ മതിയാകും. അപ്പോൾ ആ സവോളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ബീഫൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, നല്ല കറുത്ത് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. 1 സ്പൂണോളം ഗരം മസാല ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എത്രത്തോളം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വരണം. അപ്പോഴാണ് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണത്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. കണ്ടോ, ഇപ്പം തന്നെ അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എരിവ് കുറവാണെങ്കിൽ, മസാല കുറവാണെങ്കിൽ കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടിയോ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും തന്നെ ഉള്ളൂ. നല്ല അടിപൊളി കറുത്ത ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഉണക്കമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇത് ഇത്രയും നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ ബീഫ് ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തേക്കാം. ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. വേറൊരു റെസിപ്പി ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.